ഹരേ കൃഷ്ണ. നമസ്കാരം. പ്രിയപ്പെട്ട തുലാം രാശിക്കാരെ, ജീവിതം മറിച്ചു നോക്കുമ്പോൾ അനുഭവങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ പാഠങ്ങൾ എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ 2026 മെയ് മാസത്തെ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കാം. ചിത്തിര നക്ഷത്രത്തിന്റെ 3ഉം 4ഉം പാദങ്ങൾ, ചോതി വിശാഖത്തിന്റെ 1, 2, 3 പാദങ്ങൾ. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കായി ഗ്രഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ രാശി അധിപൻ ശുക്രനാണ്. ഈ മാസം ശുക്രൻ 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 8ാം ഭാവം എന്നത് മാറ്റങ്ങളുടെ കളരിയാണ്. കൂടെ 5ൽ രാഹു, 6ൽ ശനിയും ചൊവ്വയും, 7ൽ സൂര്യനും ബുധനും, 9ൽ വ്യാഴം, 11ൽ കേതു. ഗ്രഹനില പരിശോധിച്ചാൽ കാണാം, ഇത് വലിയ പോരാട്ടങ്ങളും വലിയ വിജയങ്ങളും ഒരുപോലെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സമയമാണെന്ന്. മെയ് 11 ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. ഗ്രഹനിലയിൽ രോചകരാജയോഗം എന്ന അതിശക്തമായ ഒരു യോഗം തന്നെ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മെയ് 11 ശേഷമുള്ള സമയം നിങ്ങൾക്ക് അതീവ അനുകൂലമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക്, നിങ്ങളുടെ പങ്കാളിയുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വൻ ഉയർച്ചകൾ ഉണ്ടാകാൻ പോകുന്ന സമയമാണിത്. അവർക്ക് ജോലിസ്ഥലത്ത് അംഗീകാരങ്ങളും അച്ചീവ്മെന്റുകളും ലഭിക്കും. അത് നിങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സന്തോഷം വർദ്ധിപ്പിക്കും. എങ്കിലും വലിയ തീരുമാനങ്ങൾ, പുതിയ ബിസിനസ്, ജോലി മാറ്റം, വീട് വെക്കൽ അല്ലെങ്കിൽ വലിയ നിക്ഷേപങ്ങൾ ഇവ എടുക്കാൻ ഉണ്ടെങ്കിൽ ഈ മെയ് 11 ശേഷമുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക. ഗ്രഹങ്ങൾ കൂടെയുണ്ട്, വിജയം ഉറപ്പാണ്. ഈ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യം പറയേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യകരമായ മനസ്സുണ്ടാകൂ. മെയ് 12 വരെ നിങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണം. ദഹനക്കുറവ്, അസിഡിറ്റി, ഉറക്കമില്ലായ്മ എന്നിവ നിങ്ങളെ അലട്ടിയേക്കാം. പഴയ ശീലങ്ങൾ മാറ്റിവെച്ച് അല്പം ഉണർവ് കൊള്ളാൻ ശ്രമിക്കൂ. മെയ് 12 ശേഷം കാര്യങ്ങൾ പതുക്കെ സാധാരണ നിലയിലേക്ക് വരും. ജോലിയിൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. 6ൽ ശനിയും ചൊവ്വയും നിൽക്കുമ്പോൾ ജോലിസ്ഥലത്ത് എതിർപ്പുകൾ ഉണ്ടായേക്കാം. പക്ഷേ പേടിക്കരുത്. 9ൽ വ്യാഴം നിൽക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ നിങ്ങൾക്കാകും. ജോലിയില്ലാത്തവർക്ക് അല്പം കഷ്ടപ്പെടേണ്ടി വരുമെങ്കിലും ഒടുവിൽ വിജയം നിങ്ങളെ തേടിയെത്തും. 7ാം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും ഇത് അല്പം വിട്ടുവീഴ്ചയുടെ കാലമാണ്. പങ്കാളിയുടെ വാക്കുകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നാം. പക്ഷെ ഓർക്കുക, ആ ദേഷ്യം കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. സ്നേഹം കൊണ്ട് മാത്രം ജയിക്കാവുന്ന യുദ്ധങ്ങളാണിവ. ഈഗോ ക്ലാഷസ്, പ്രണയബന്ധത്തിൽ ചെറിയ തർക്കങ്ങൾ തീർച്ചയായും വരുന്നതിനുള്ള സമയമാണ്. സംസാരത്തിൽ ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. 5ൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ഗവേഷണ ബുദ്ധിയുള്ളവർക്ക്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സുവർണകാലമാണ്. ഏകാഗ്രത തെറ്റാതെ പഠിച്ചാൽ മികച്ച വിജയം ഉറപ്പാണ്. ശുക്രൻ 8ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു മടി വേണം. അനാവശ്യമായി ആർക്കും കടം കൊടുക്കരുത്. 11ൽ കേതു നിൽക്കുന്നതുകൊണ്ട് ചെറിയ നേട്ടങ്ങൾ വന്നെത്തും. പക്ഷേ വരാനുള്ളത് വന്നോട്ടെ എന്ന് വിചാരിച്ച് സാമ്പത്തിക അച്ചടക്കം വിടരുത്. തുലാം രാശിക്കാർക്ക് മെയ് മാസത്തിലെ ഗ്രഹനില നോക്കുമ്പോൾ നിങ്ങളുടെ 6ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും 8ൽ ശുക്രനും നിൽക്കുന്നതുകൊണ്ട് അല്പം കരുതലോടെയുള്ള ചില പരിഹാരങ്ങളാണ് വേണ്ടത്. ഇതാ നിങ്ങൾക്ക് ചെയ്യാവുന്ന ലളിതമായ എന്നാൽ ഫലപ്രദമായ പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 6ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും നിൽക്കുമ്പോൾ അത് ശാരീരികമായ തളർച്ചയും അസ്വസ്ഥതയും ഉണ്ടാക്കാം. എല്ലാ ദിവസവും അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് നിങ്ങൾക്ക് വലിയൊരു ധൈര്യം നൽകും. രാവിലെ എഴുന്നേറ്റ് അല്പനേരം ആഴത്തിൽ ശ്വാസം എടുക്കുക. ഇത് 6ാം ഭാവത്തിലെ സമ്മർദ്ദത്തെ കുറയ്ക്കാൻ ഏറ്റവും നല്ല വഴിയാണ്. സാധ്യമെങ്കിൽ വീടിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ വെളുത്ത പുഷ്പങ്ങൾ അർപ്പിക്കുക. ഇത് ശുക്രന്റെ ദോഷം കുറയ്ക്കാനും സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തത വരുത്താനും സഹായിക്കും. തുലാം രാശിക്കാർക്ക് ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യുന്നത്. വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഇത് സഹായിക്കും.
വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ വീട്ടിൽ നെയ്വിളക്ക് തെളിയിക്കുക. പരിഹാരങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ മനോഭാവം. എപ്പോഴും നല്ലത് ചിന്തിക്കുക. 6-ാം ഭാവത്തിലെ ശനി ചൊവ്വ യോഗമുള്ളതുകൊണ്ട് മറ്റുള്ളവരോട് വഴക്കിന് പോകരുത്. നിങ്ങൾ മറ്റുള്ളവരോട് എത്ര നല്ലതായി പെരുമാറുന്നുവോ അത്രയും നല്ലതായി ഗ്രഹങ്ങൾ നിങ്ങളോട് തിരിച്ചു പെരുമാറും. ഇതൊക്കെ വളരെ ലളിതമാണ് അല്ലേ? വലിയ ക്ഷേത്രങ്ങളിൽ പോകണം എന്നൊന്നുമില്ല. വീട്ടിൽ വെച്ച് തന്നെ ഭക്തിയോടെ ചെയ്താൽ മതി. ഈ മാസം നിങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മെയ് മാസത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഈ വിശകലനം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് മെയ് 11 ശേഷമുള്ള ആ സുവർണ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിന്റെ വഴികാട്ടികളാണ്. എന്നാൽ ആ വഴിയിലൂടെ നടക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ കർമ്മമാണ് നമ്മളുടെ വിധി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഗ്രഹനില നൽകുന്ന സൂചനകൾ ഉൾക്കൊണ്ട് പോസിറ്റീവായി മുന്നോട്ട് പോവുക. നമ്മുടെ ഈ ചെറിയ ചാനൽ ജ്യോതിഷത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ കുടുംബമായി വളരുകയാണ്. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അത് എന്നെപ്പോലെ ഒരു ജ്യോതിഷിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രചോദനമാണ്. കൂടാതെ ഇനിയും ഇത്തരത്തിലുള്ള വിശേഷങ്ങൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. അത് വായിക്കുമ്പോൾ എനിക്ക് ഏറെ സന്തോഷം തോന്നും. മെയ് മാസം നിങ്ങൾക്ക് സമാധാനവും ആരോഗ്യവും വരാനിരിക്കുന്ന ആ വലിയ രാജയോഗത്തിന്റെ അനുഗ്രഹങ്ങളും നൽകട്ടെ. എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ സ്നേഹത്തോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം.